നമസ്കാരം പത്മജ മാഡം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ മലയാള മാധ്യമങ്ങളിലെ എരിവും പുളിയും ഉള്ള ഒരു പതിവ് വിഷയത്തിൻ്റെ അങ്ങയുടെ വെർഷനാണ് അറിയാൻ. മാധ്യമപ്രവർത്തകയായിട്ട് പൊതുരംഗത്ത് വന്ന് ഇപ്പോൾ പൊതുപ്രവർത്തകയായി സാമൂഹ്യ പ്രവർത്തകയായി കൊച്ചിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വനിതാ നേതാവ് എന്ന നിലയിൽ തന്നെ ഞാൻ കണ്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് പഞ്ഞമില്ല. കോഴിക്കോട് ഐസ്ക്രീം കേസ് തൊട്ട് ഇപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ വന്നു നിൽക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നത്തെ വാർത്ത അനുസരിച്ച് ഒരു BJP നേതാവിനെ കുറിച്ചും ആരോപണം വന്നുകൊള്ളട്ടെ. അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇന്നത്തെ ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്, ഇത് രണ്ടും ചേർത്തുള്ളൊരു പുതിയ സബ്ജക്റ്റാണ്. നമ്മുടെ ദൃശ്യമാധ്യമ രംഗത്തെ, എല്ലാ മാധ്യമ രംഗത്തും ഉണ്ടാവുമായിരിക്കും, പ്രിന്റ് മീഡിയയിൽ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ ഇത്ര കേട്ടിരുന്നില്ല. അപ്പോൾ ദൃശ്യമാധ്യമ രംഗത്തെ വനിതാ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന്, ആ സ്ഥാപനത്തിനകത്ത് നിന്ന് തന്നെ നേരിടുന്ന സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് പരാതി വരുന്നു. ഇന്നിപ്പോൾ പലപ്പോഴും ഞാൻ പലതും കേട്ടിട്ടുണ്ട്. പലരിപ്പോൾ വേണു ബാലകൃഷ്ണൻ മാതൃഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോഴും ഇത്തരം ആരോപണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ധാരാളം. അതിൻ്റെ വിശദീകരണങ്ങൾ പ്രമോദ് രാമൻ മനോരമ ചാനലിൽ നിന്ന് പോകുമ്പോഴും ഇവരൊക്കെ മീഡിയ വണ്ണിൽ അഭയം തേടുമ്പോഴൊക്കെ ഇത്തരം ആരോപണങ്ങൾ അവരുടെ കൂടെയുണ്ട്. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് ഇതിനൊക്കെ എതിരെ ഘോരഘോരം വാളെടുത്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിനകത്ത് നിന്നാണ്. റിപ്പോർട്ടർ ചാനലിലെ ഒരു വനിതാ റിപ്പോർട്ടറെ കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു 3 ദിവസത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ അവർ ഡെസ്കിൽ നിയമിക്കുന്നു. അവിടുത്തെ ഏറ്റവും സീനിയറായ ഒരു പുരുഷ മേധാവി, ഒരുപാട് ചാനലുകളിൽ വർക്ക് ചെയ്ത് വന്നയാൾ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അവരോട് അന്ന് രാത്രി തന്നെ ഈ പുരുഷ കേസരി ഈ വനിതാ ജീവനക്കാരിയോട് മോശമായി പെരുമാറിയത്രേ. അവർ സങ്കടപ്പെട്ടു, ട്രോമയിലായി. കൂട്ടുകാരികളായ അവിടെയുള്ളവരോട് ചർച്ച ചെയ്തു. അപ്പോൾ പറഞ്ഞു, വേണ്ട, അവനെയൊക്കെ തൊട്ടാൽ നമ്മുടെ ഭാവിയാണ് അപകടത്തിലാവുക, നീ മിണ്ടരുത് എന്ന് പറഞ്ഞു. ഇപ്പോൾ പക്ഷേ റിപ്പോർട്ടർ ചാനൽ തന്നെ ഈ കേരളത്തിലെ വലിയ ധർമ്മ സംരക്ഷണത്തിൻ്റെ വക്താക്കളായി രംഗത്ത് വന്നപ്പോൾ എനിക്കിത് പറയാതെ വയ്യ എന്ന് പറഞ്ഞ് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. എടുത്ത പടി ചാടി കയറിയിട്ട് നമ്മുടെ അരുൺ കുമാർ, റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാമായി വാഴുന്ന അരുൺ കുമാർ മറുപടി പറഞ്ഞിരിക്കുന്നു. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ, അങ്ങനെ പരാതി വന്നത് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഞങ്ങളുടെ വനിതാ ജീവനക്കാരിക്ക് ഇനിയും പരാതി തരാൻ അവസരമുണ്ട്. എൻ്റെ മെയിലിലെങ്കിലും പരാതിപ്പെട്ടാൽ മതി, ഞങ്ങൾ അന്വേഷിക്കും. ഞങ്ങൾ ആ ജീവനക്കാരിയുടെ അവകാശത്തിൻ്റെ കൂടെ നിൽക്കും. ഞങ്ങൾ ഒരിക്കലും ഹൂ കെയേഴ്സ് എന്ന നിലപാട് എടുക്കുകയില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഇടപെടുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ ഉടനീളം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ കമന്റ് ചെയ്യാൻ തീർച്ചയായിട്ടും പത്മജ മാഡത്തിന്. സാറ് പറഞ്ഞ 5 പേര് പറയാമോന്നറിയില്ല. ആ കുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിനെ ധാരാളം പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം അരുൺ കുമാർ പറഞ്ഞല്ലോ, ആ കുട്ടി തിരിച്ചെടുക്കുമോ? ആ കുട്ടി പോയിന്റ് ചെയ്യുന്ന സീനിയർ സഹപ്രവർത്തകൻ, ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണെന്ന് ഞാൻ കരുതിയിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നിന്നും അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാണ്ട് പതറിപ്പോയി. പിന്നെ ആ കുട്ടിക്ക് മെഡിക്കൽ ലീവ് കൊടുക്കാതിരുന്നപ്പോൾ റെസിഗ്നേഷൻ എഴുതി കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ ഈ അരുണിനോട് ചോദിക്കുകയാണ്, ആ പെൺകുട്ടിയെ തിരിച്ചെടുക്കുമോ? ഇല്ല, ഒരു സാധ്യതയില്ല, എടുക്കില്ല. ഈ പെൺകുട്ടി പരാമർശിച്ചിരിക്കുന്ന വ്യക്തിയെ പിരിച്ചുവിടുവോ? അല്ലെങ്കിൽ ഈ പെൺകുട്ടി പലരോടും പറഞ്ഞു, അവരോടൊക്കെ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിരുന്നോ എന്ന് അവർ ഓരോരുത്തരെയായിട്ട് സ്വന്തം ക്യാബിനിലേക്ക് വിളിച്ച്, വേറെ ആരും അറിയണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് എഴുതി തരൂ, ഞാൻ അതിന് വേണ്ട മേൽ നടപടികൾ നിങ്ങൾക്ക് ഇനി പ്രശ്നം ഉണ്ടാകാതിരിക്കുന്ന വിധത്തിൽ ചെയ്യാം. അദ്ദേഹത്തിന് ചെയ്യാമല്ലോ. ഇവർ പറയുന്ന ആൾക്കാരെ വിളിച്ചിട്ട് രഹസ്യമായിട്ടെങ്കിലും നോക്കൂ, ഞാൻ പരാതി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മോശമാണ്, നമ്മുടെ ചാനലിലും മോശമാണ്, ഒന്ന് സ്വന്തം ക്യാരക്ടർ ശ്രദ്ധിക്കൂ എന്നെങ്കിലും പറയാമല്ലോ. ചെയ്യുന്നെങ്കിൽ കൊള്ളാം, ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു 40 വർഷത്തോളമായിട്ട് മാധ്യമ പ്രവർത്തക രംഗത്തുണ്ടായിരുന്നു. ആ സമയത്ത് ടെലിവിഷൻ ചാനൽ പോലെ ഗ്ലാമർ ഒന്നുമില്ല. മാതൃഭൂമിയിലായിരുന്നു എഴുതി തുടങ്ങിയത്. MD നാലാപ്പാട് എന്ന് പറഞ്ഞാൽ ജെം ഓഫ് എ പേഴ്സൺ. ഡോക്ടർ ലാൽക്കാരാണ് ഗൃഹലക്ഷ്മിയുടെ എഡിറ്റർ. അപ്പം നമുക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ജേർണലിസം മേഖലയിൽ നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ജീവനക്കാരിൽ, അതായത് പോലീസ് ഓഫീസേഴ്സ് തുടങ്ങിയ ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം ബുദ്ധിമുട്ടുകൾ, ശരിക്കും പറയുകയാണെങ്കിൽ പീഡനം പോലെ തന്നെ മാനസികമായിട്ട് ഇപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ പോലത്തേക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അന്ന് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ലേഖന പരമ്പര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീത്വത്തിൻ്റെ ദുഃഖകഥകൾ എന്ന് പറഞ്ഞിട്ട്. പലതരത്തിലെ പ്രശ്നങ്ങൾ, അപ്പം ജയിലിൽ കിടക്കുന്നവരെ കാണണം, ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ആണ് പോലീസ് സ്റ്റേഷനിൽ വരണം എന്നൊക്കെ. എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. ഞാൻ തേവര പോലീസ് സ്റ്റേഷനിൽ അന്ന് എനിക്കൊരു ലൂണ, പണ്ടത്തെ TVS ക്യാമ്പ്, അങ്ങനെ പണ്ട് ഇതൊന്നും ഇറങ്ങിയിട്ടില്ല, ഉണ്ട്. അതും കൊണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, മാതൃഭൂമിയിൽ നിന്നുള്ള റിപ്പോർട്ടറാണ്, ഇങ്ങനത്തെയുള്ള കേസുകളെ കുട്ടി. അപ്പോൾ അയാൾ ഇങ്ങനൊരു, എനിക്കൊന്ന് 21-22 വയസ്സുണ്ടാവുമായിരിക്കും.
ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും തനിച്ചല്ലേ ഈ മുറിയിലുള്ളൂ. ഞാൻ ഇത് എന്തിലേക്ക്, എനിക്ക് അങ്ങനെയൊന്നും, എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സാധനം അറിയാലോ, എസ്എസ്മെൻ്റെ മകളാണ്, തുറന്ന് അങ്ങനെ അതിനിടയിൽ സ്വിറ്റ്സർലൻഡിൽ സ്കോളർഷിപ്പ് കിട്ടിപ്പോയിട്ട് ഒരു പെൺകുട്ടിയാണെന്നുള്ള ഒരു ഇതേ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ എന്തോ പോലെ നിൽക്കുമ്പോൾ അദ്ദേഹം പറയാം, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, അപ്പം ഞാൻ ഇന്ന് നിങ്ങളിന്നിങ്ങനെ തലോടുവോ തൊടുവോ ഒക്കെ ചെയ്താൽ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു, പെട്ടെന്ന് എനിക്ക് ബോധം തിരിച്ചു. ഞാൻ പറഞ്ഞു, ഈ കാലിൽ കിടക്കുന്ന ചെരുപ്പ് കണ്ടില്ലേ സാർ, ആ ചെരുപ്പ് സാറിൻ്റെ കവളത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നില്ല എന്നുള്ളതാണ് സത്യം. പോലീസ് സ്റ്റേഷനാണ്. ഞാനാകെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ ചുറ്റി വളയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എൻ്റെ ലൂണയിൽ കയറി മാതൃഭൂമിയിലേക്ക് ചെന്നപ്പോൾ ഡെസ്കിലിരിക്കുന്നല്ല അവിടെ, ഇന്നെന്താണ് ഝാൻസി റാണി ഒപ്പിച്ചിട്ട് വന്നേക്കണേ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിയോട് വിളിയാണല്ലോ, ഇങ്ങനൊരു റിപ്പോർട്ടറുണ്ടോ. കാരണം അദ്ദേഹത്തിന് ഒരു ടെൻഷനായി, ഞാൻ വാർത്തയാകുമോ എന്ന്. ഇങ്ങനെ റിപ്പോർട്ടർ അവിടെ നിന്ന് തന്നെയാണോ വന്നിരിക്കുന്നത് അതോ വേറെ എവിടെ നിന്നെങ്കിലും ആണോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തിരിച്ചെത്തിയോ, എന്തെങ്കിലും ഉണ്ടായോ. അപ്പോൾ അവർ കാത്തിരിക്കുകയാണ്. ഞാൻ വന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാതൃഭൂമി ചാനലിൻ്റെ സഹപ്രവർത്തകർ കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതുണ്ടായി, ഒരു സംസാരമേ ഉണ്ടായുള്ളൂ, അല്ലാണ്ട് വേറെ തരത്തിൽ യാതൊരു പ്രശ്നങ്ങളും. അന്ന് പക്ഷേ മീഡിയക്ക് ഈ പ്രിവിലേജ് ഇല്ല അല്ലേ? ഏത് പോലീസുകാരനും മീഡിയയോട് തൊട്ട് കളിക്കാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ അതിന് ധൈര്യപ്പെടില്ല. ഇന്ന് ധൈര്യപ്പെടില്ല. ഞാൻ 40 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അന്ന് മനോരമയിലൊന്നും ഒരു സ്ത്രീ റിപ്പോർട്ടറോ ഈവൻ റിസപ്ഷനിസ്റ്റ് ആയിട്ട് പോലും സ്ത്രീകളില്ല. ഇല്ല. അന്ന് മൊത്തം എത്ര പേരുണ്ട് മാതൃഭൂമിയിൽ? ഞാനുണ്ട്, പ്രീതിയുണ്ട്, ലാൽക്കാറുണ്ട്, പിന്നെ വേറൊരു പെൺകുട്ടി, പെട്ടെന്ന് എനിക്ക് പേര്, ഞങ്ങൾ 4 പേരുണ്ട്. 4 പേരേ ഉള്ളൂ മാതൃഭൂമിയിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രിവിലേജും ഉണ്ട്. അതായത് മാതൃഭൂമി, ഞാൻ ഐ എം ടോക്കിംഗ് അബൌട്ട് 84-85. അപ്പോൾ എന്താണ്, അങ്ങനത്തെ ഒരു പ്രിവിലേജും ഉണ്ട്. അത് കഴിഞ്ഞ് കൊല്ലത്ത് ശക്തികുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു സ്ത്രീധന പീഡനം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടുത്തെ പോലീസ് ഓഫീസറെ കാര്യമൊക്കെ പറയണമെങ്കിൽ ഒരു കാര്യമുണ്ട്. എനിക്ക് മോശമില്ല, ജോർജ് കുട്ടി കിട്ടണം. അതായത് പവന് ജോർജ് കുട്ടി, ജോർജ് രാമന്റെ തലയാണല്ലോ പവനിൽ വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു റിപ്പോർട്ടറോട് ഇത്രയും പരസ്യമായിട്ട് ഇന്നത്തെ ഓഫീസേഴ്സ് പറയും ഞാൻ തോന്നുന്നില്ല. പണം കൊടുക്കണം, വാർത്ത കൊടുക്കാനല്ല, ആ വാർത്ത പറഞ്ഞു തരാനായിട്ട്. അതിനെ കുറിച്ച് പറയണമെങ്കിൽ ജോർജ് കുട്ടി കൊടുക്കണമെന്ന്. അപ്പൊ അതെന്ത് കഥയാണ്? ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരൊക്കെ ജീവനോടെ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇത്രയും വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഞാനൊരു പൊളിറ്റിക്കൽ KSUവിലാണെങ്കിലും KSUവിൻ്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു 83-ല്. SFIയിൽ നിന്ന് നമ്മൾ പിടിച്ചതാണ്. കൂകും വിളിക്കും, അത് ചെയ്യും ഇത് ചെയ്യും, കുത്താൻ ഓടിച്ചു വിടുന്നൊക്കെ അല്ലാണ്ട് ഒരു തരത്തിലെ പീഡനം എന്ന് പറയാവുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊരു പഴയ അംബാസഡർ കാരുടെ ചെയർമാൻ എന്നുള്ള നിലയിലൂടെ ഇപ്പോഴും നിറം ഓർമ്മയിലൊരു നമ്മളുടെ ആർമിയിൽ ഒരു തരം പച്ചയില്ലേ, അതുപോലത്തെ യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്നു. അതിനപ്പം മഹാത്മാഗാന്ധി ഇല്ല, അത് കഴിഞ്ഞാണ് മഹാത്മാഗാന്ധി വരുന്നത്. കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ ഞാനാണ്, ചെയർപേഴ്സൺ. സൗത്ത് കേരളം, എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ. അപ്പോൾ കാറ് കയറുമ്പോഴുണ്ടല്ലോ, ഞാൻ എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ, എല്ലാം കൂടെ തള്ളി കൂടെ കയറുകയാണ്. ഒരു നോട്ടമാകട്ടെ, ഒരു സംസാരമാകട്ടെ, എനിക്കൊരു അസ്വസ്ഥത തോന്നുന്ന 19 വയസ്സ് എനിക്ക് അന്ന്. രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. യൂത്ത് ഫെസ്റ്റിന്റെ സമയത്തൊക്കെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല. അല്ലാണ്ട് നമുക്കൊരു അരോചകത്വം തോന്നുന്നു, എവിടെയൊക്കെ പോകുന്നു, ഏതൊക്കെ കോളേജിൽ മാറി മാഡം. ഇപ്പൊ എതിരാളിയോട് പറയുന്നത് നിന്നെ ഞാൻ തന്തയില്ലാത്ത കുഞ്ഞിന്റെ അമ്മയാക്കുന്നാണ്. അതെ, അതാ പറഞ്ഞ അന്നത്തെ ഇത് എവിടെ കിടക്കുന്നു. ഇന്നത്തെ സുരേഷ് കുറുപ്പ് ആയിരുന്നു അന്നത്തെ ഒരു ഞങ്ങളുടെ സുന്ദര പുരുഷൻ എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത്. PT തോമസ്, രമേശ് ചെന്നിത്തല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇന്നിങ്ങനെ ഓരോ കുട്ടികൾ വന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു, ദൈവമേ, ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രസ്ഥാനത്തിൽ കൂടെ ജേർണലിസം ആണെങ്കിലും പൊളിറ്റിക്സിലാണെങ്കിലും രണ്ടിലും സജീവമായി തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിൽ നിന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ ആരും എന്നെ തൊട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പൊട്ടിത്തെറിക്കേണ്ടിയും വന്നിട്ടില്ല. വിഷ്വൽ മീഡിയയിൽ വന്നിട്ട് ഏഷ്യാനെറ്റില് ആ കാലത്ത് പറയുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പക്ഷെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളായിക്കോട്ടെ, എന്താണ്
സമീപിക്കുന്നതായിട്ട് ആക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ സ്റ്റാഫൊന്നും അവസരങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെയും സമീപിക്കുക അറിഞ്ഞുകൊണ്ട്. പക്ഷെ അവിടെ വളരെ മാന്യമായ നിലയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അവർക്ക് എന്താണ് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരെ കൊണ്ട് അതിന് പറ്റുമെന്നുള്ള ഒരു തോന്നുകയാണെങ്കിൽ മാത്രമേ അവരെടുക്കാറുള്ളൂ. ഇവരെന്ത് തരത്തിൽ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്താൽ പോലും ഏഷ്യാനെറ്റിൽ വേറെ യാതൊരു വിധത്തിലും. ആദ്യമായിട്ട് എന്നെ ആങ്കറിങ്ങിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കപ്പോൾ അന്ന് കുറച്ച് പ്രായമുണ്ട്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നല്ല ചെറുപ്പത്തിൽ പിള്ളേരെ കിട്ടൂലേ, ഞാനൊക്കെ ഇത്തിരി പ്രായമായില്ലേ. പത്മജ, എ ജേർണലിസ്റ്റ് ഷുഡ് ബി എ ജനറലിസ്റ്റ്. ഇപ്പോഴത്തെ കൊച്ചു പെൺപിള്ളേർക്ക് ചേട്ടാ ഇങ്ങനെ ചേട്ടാ അതല്ലേ ചേട്ടാ ഇങ്ങനെ ചോദിക്കാമല്ലോ. പത്മജയെക്കുറിച്ച് പത്മജയ്ക്ക് ആരെ കൊണ്ട് മുമ്പിലിരുത്തിയാലും അവരോട് ചോദിക്കാൻ ലൈവാണ് പോകുന്നത്. നമ്മൾ പലപ്പോഴും അറിയില്ല, അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഗസ്റ്റ് ആരാധന 1.5 മണിക്കൂറാണ് ലൈവ് പോകുന്നത്, ചിലപ്പോൾ നീണ്ടും പോകും. അപ്പം അതുകൊണ്ട് പത്മജയുടെ രൂപത്തിന് ഭംഗിയെ ഒന്നുമല്ല വിഷ്വൽ മീഡിയ എന്ന്, പത്മജയുടെ അറിവിനെയും കഴിവിനെയും ലോകപരിചയത്തെയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാണ് അവരെ എന്നെ ആങ്കറായിട്ട് വിളിച്ചത്. ആദ്യത്തെ ലൈവ് എറണാകുളത്തിൽ നിന്ന് പോകുന്നത് ഞാനാണ് ആങ്കർ ചെയ്തത്. ആ കൾച്ചർ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ 18ഓളം വർഷമായി അവിടെ നിന്ന്, അതുകൊണ്ട് എനിക്ക് അറിയില്ല. മാറാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സിന്ധു സൂര്യകുമാറിനെയൊക്കെ പോലെ വനിതകൾ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു സ്ത്രീകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് തന്നെയാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ താഴെ അവർ കാത്തു നിൽക്കും, സ്റ്റാഫ് ആണെങ്കിലും കാത്തു നിൽക്കും. പക്ഷേ സിന്ധുവിന്റെ തന്നെ സഹപ്രവർത്തകയായ ഒരു ജീവനക്കാരിക്കെതിരായിട്ട് ജീവനക്കാരിയെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് ഉപദ്രവിച്ചതിന്റെ പരാതി വന്നപ്പോൾ സിന്ധു തന്നെ അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതോ? ഞാനത് കേട്ടിട്ടില്ല. കേൾക്കാത്ത കാര്യത്തിന് രാഹുലിന്റെ കേസിൽ പ്രവർത്തകനാണ് ഉപദ്രവിച്ചിരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു പീഡനം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പീഡന ശ്രമം ഉണ്ടായിട്ടില്ല. നമ്മളെ തിരിച്ച് കാറിൽ നിന്ന് വിളിച്ചുകൊണ്ടും തിരിച്ച് കാറിൽ കൊണ്ടാക്കും. അങ്ങനത്തെ ഒരു ഇത്, ആ ഒരു കംഫർട്ടബിൾ നമ്മുടെ ഡ്രസ്സ് കാര്യം എല്ലാ കാര്യത്തിലും. പിന്നെ അത് മാത്രമല്ല കാലം, മാഡത്തിന്റെ കാലം അല്ലല്ലോ പുതിയ കാലം. പുതിയ കാലത്ത് മീഡിയക്കകത്ത് നിന്ന് ധാരാളം പരാതികൾ വരുന്നുണ്ട്. അതിപ്പോ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യം കാഴ്ചയാണ് നമ്മള് റിപ്പോർട്ടർ ടിവിയുടെ. എങ്ങനെ തോന്നുന്നു ഈ ഒരു മാറ്റത്തെ കുറിച്ച്? ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ പെൺകുട്ടികൾ ജാഗരൂക, ഈ പറഞ്ഞ പെൺകുട്ടി വളരെ ജാഗരൂകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി റെസിഗ്നേഷൻ എഴുതി കൊടുത്തിട്ട് പോയത്. ഒരു പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. റൈറ്റിംഗ് മീഡിയ പോലെയല്ല, നമ്മൾ എഴുതുന്ന പോലെയല്ല. മുഖത്തിനൊരു പുറത്തിറങ്ങുമ്പോൾ അവിടെ ഇതാക്കുന്ന ആളല്ലേ, അത് ഇവിടുന്ന ആൾക്ക് ഐഡന്റിറ്റി വരുമ്പോൾ ഒരു സിനിമാ താരത്തിന് കിട്ടുന്നത് പോലെ ഗ്ലാമർ വരുന്നത്, അല്ലെങ്കിൽ സിംഗറിന് കിട്ടുന്നത് പോലത്തെ ഒരു ഗ്ലാമർ വരുമ്പോൾ അവര് ആ ഗ്ലാമറിന്റെ പുറകെ പായുന്നതായി, ഇഷ്ടമുള്ളവര് എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തുന്ന നല്ല കഴിപ്പ്. ശ്രീദേവിയൊക്കെ എന്ത് പഴയ ജേർണലിസ്റ്റാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാമർ ഒന്നും ശ്രീദേവിക്ക് അവകാശപ്പെടാനില്ല. പക്ഷെ നല്ല കൃത്യമായിട്ടും വ്യക്തമായിട്ടും റിപ്പോർട്ട് ചെയ്യും. ട്രിവാൻഡ്രത്ത് നിന്നുള്ള എല്ലാ ന്യൂസുകളും ശ്രീദേവിയുടെ കയ്യിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇത് നമുക്കൊരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത നമുക്ക് വേറെ മാർഗങ്ങളിൽ കൂടെ ലൈം ലൈറ്റിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ ഇതിനൊക്കെ ഒന്ന് ഒരു സഹകരണ മനോഭാവത്തിൽ നിൽക്കുന്നതെന്നും കൂടെ സംശയിക്കണം. കാരണം എനിക്ക് ഇതുവരെ 19 വയസ്സ് മുതൽ ഞാൻ പൊതുരംഗത്തുള്ള സ്ത്രീയാണ്. ഇതുവരെ എനിക്ക് ഒരു തരത്തിലുള്ള മോശമായ പെരുമാറ്റവും ഒരു സഹപ്രവർത്തകരിൽ നിന്നും എതിരാളിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതിനെന്തായാലും മാഡത്തിന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് മടങ്ങി വന്ന് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ TV ഈ പെൺകുട്ടിയെ തിരിച്ചെടുക്കുമോ? 2, റിപ്പോർട്ടർ TV ഈ പെൺകുട്ടി പരാതിപ്പെട്ടയാളുടെ മേൽ നടപടിയെടുക്കുമോ? എന്ന് പറഞ്ഞാൽ നടപടിയും പ്രതിവിധിയും ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് മാഡം ഉയർത്തിയത്. ആ ചോദ്യത്തെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. എടുക്കണം, ആ പെൺകുട്ടിയെ തിരിച്ചെടുക്കണം, ലൈം ലൈറ്റിൽ കൊണ്ടുവരണം. പറ്റുകയാണെങ്കിൽ ഒരു നല്ല സ്വീകരണം കൊടുത്ത്, ഒരു ഝാൻസി റാണിയെ പോലെ സ്വന്തം അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ ആർജവം കാണിച്ച പെൺകുട്ടിയെ തീർച്ചയായും തിരിച്ചു കൊണ്ടുവരണം. ആ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആളെ എത്രയും വേഗം അതിൽ നിന്ന് പുറത്താക്കി മാതൃകയാവണം. റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ട് അവർ തന്നെ പല കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ അവർ തന്നെ മുൻകൈയെടുത്ത് പെൺകുട്ടിയെ കൊണ്ടുവരികയും ഉത്തരവാദിത്തയായ പുരുഷനെ പുറത്താക്കുകയും വേണം. അത് നല്ല ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുകയും വേണം. തീർച്ചയായിട്ടും ഒരു മോറൽ റോൾ മോഡൽ കാണിക്കണം അവർ. സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.